ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ പറഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിലെ ഹാളിൽ ബർഗോൾ ഉണ്ടാക്കി കേട്ടോ. അത് സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാം. അവിടെയാണ് ബർഗോൾ ഉണ്ടാക്കിയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീട് ഒന്ന് രണ്ടാമതൊന്ന് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഗ്രില്ലൊക്കെ മാറ്റി പിന്നെ ഹാളിൽ ഒക്കെ വാളൊക്കെ ടൈലൊട്ടിച്ച്. അപ്പോൾ ഇവിടെ ബർഗോൾ ആദ്യം 4 അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു 5 ബർഗോളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അതിലിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തതാണ്. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ട് അപ്പോൾ ചോദിച്ചാൽ അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താട്ടോ. അപ്പോൾ ഇതും വുഡ് ആൻഡ് കളർ ചാനലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് കളർ ചാനലിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകാണ്ട് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടയുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ദമ്മിൽ അടയില്ല. പിന്നെ SS-ന്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസാണ് കൊടുത്തിട്ടുള്ളത്. അതെ, ഒരു 2 ഒരു ഡോറാക്കി അങ്ങനെ കൊടുക്കാൻ പറ്റും വെച്ചപ്പോൾ ബോറാക്കാരൻ പറഞ്ഞു നമ്മളൊക്കെ ഹാളിലല്ലേ ഒരു ഭംഗിയും പാടെ വേണ്ടേ, അപ്പം അതിന് വേണ്ടി ചെയ്തത്. അപ്പോൾ അതാണ് ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രെയിം കൊടുത്തുകാണ്ട്, അതായത് ഒരു ചാനൽ കൊടുത്തിട്ട് അയിമക്ക് ഹിഞ്ചസ് കൊടുക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ എല്ലാ ഓപ്ഷൻ കരുതി അതേപോലെ തന്നെ ചുമരുമ്പോൾ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്തുകൊണ്ട് ഹിഞ്ചസ് കൊടുക്കാനാണ് പിന്നെ ഉദ്ദേശിച്ചുള്ളത്. ഇതാകുമ്പോൾ എന്താ പറയുക, ആ ചുമരുമൊക്കെ ഒന്നും പാടെ അങ്ങോട്ട് പതിഞ്ഞിക്കും. മറ്റേ പറഞ്ഞാൽ ആ ചാനലും പാടെ കാണും. അപ്പോൾ അതിനെക്കാട്ടും വൃത്തി ഇങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ചാനലും എക്സ്ട്രാ ലാഭം കിട്ടും ചെയ്യും. ഇതൊരു 1.5 ഡ്രൈവാളെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോരുന്നില്ല, പേടിയില്ല. 2 സ്ക്രൂവിന് ചെയ്ത അത്യാവശ്യം നല്ല ദമ്മാണല്ലേ. അടക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. സോഫ്റ്റ് ക്ലോസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റേ പോയിട്ട് ഒറ്റയടിക്കാൻ ചെന്നെണ്ണ അടയുമ്പോൾ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതേപോലെ ദമ്മിൽ നിൽക്കും ചെയ്യും. ഉണ്ട്, കാണാനുള്ള വൃത്തിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വരുന്നതായിരിക്കും. ഇവിടെ സിമ്പിളായിട്ട് പരിപാടിയുള്ളൂ, ഒരു വാഷ് ബേസ് വെക്കാനുള്ളൂ. അപ്പോൾ ഞാൻ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടുകാണ്ട് വാഷ് ബേസിൻ്റെ അത് വയറിങ്ങാര് വെക്കുന്ന പറഞ്ഞ പ്ലംബിങ്ങാര്. അപ്പോൾ എന്താണ് ഈ റൂം മൊത്തത്തിൽ ഈ ഹാള് മൊത്തം പിന്നെ എന്താ പറയുക, ചുമരൊക്കെ ടൈലാട്ടിക്കണം കേട്ടോ. വെള്ള ടൈലാട്ടിക്കണം അടിഭാഗം. പിന്നെ ഇത് ഒരു വെറൈറ്റി കളറിലെ ടൈല്, പിന്നെ ചുമരൊക്കെ ടൈലായിട്ടുള്ളത്. ഇത് തന്നെ ഉള്ളൂ, സിമ്പിൾ. പിന്നെ ഒരു കണ്ണാടി വെക്കാന്നുള്ളൂ. അതിന് ലാസ്റ്റ് നമ്മളെ ബാക്കിൽ ലൈറ്റിലെ കണ്ണാടി വെക്കുക. പിന്നല്ലേ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ടാബിള്. കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ള ഒരു ടാബിൾ വേണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് മടക്കി വെക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തു. നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടല്ലോ അതിൽ ചെയ്തിരിക്കുന്നത്. അത് എപ്കോൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിറ്റ് ഒക്കെ താങ്ങട്ടോ. അതായത് 100 കിലോനൊക്കെ താങ്ങുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യം ഇതിലുണ്ട്. ഇതൊരു 4 അടി വീതിയും അതുപോലെ തന്നെ ഒരു 20 ഇഞ്ച് തള്ളുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നല്ലേ എപ്കോൻ്റെ സാധനം കൊടുത്തിട്ടുള്ളത്. നല്ല വെയിറ്റ് ഒക്കെ താണുള്ള ഉഷാർ സംഭവമാണ്. അപ്പോൾ 2 പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 4 അടി വീതി കൊടുത്തിട്ട് 20 ഇഞ്ച് തള്ളും കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിം ചെയ്തുകൊണ്ട് ആ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഇല്ല കേട്ടോ. ലോ വെയിറ്റിലൊക്കെ വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഒരു 1 കിലോത്തിൻ്റെ മുകളിൽ 1,100 വരുന്ന ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല വെയിറ്റ് ഉണ്ടാവും സാധനം. പിന്നെ അതുപോലെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ ബാക്കിൽ ചെയ്യല്. എന്നല്ലേ ഷീറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ അടിഭാഗത്തായിട്ട് സിലിക്കോൺ ഇടലാണ്. അത് അളകഴിഞ്ഞ് അല്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഫ്രെയിമിന്റെ മുകളിൽ നമ്മൾ സിലിക്കോൺ ഇട്ട് അയിമ ഷീറ്റ് ഇറക്കിയെടുക്കുക. അതുകൊണ്ട് ഈ ഷീറ്റ് ഇനി ഒരിക്കലും ഇതിൽ നിന്ന് പോരൂല. പിന്നെ നല്ല ബലം ഉണ്ട്. പ്ലൈവുഡിന്റെ ആ ബലവും സാധനം കിട്ടുന്നുണ്ട്. ഞാൻ അളക്കിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പ്ലൈവുഡിന്റെ ബലവും കിട്ടുന്നുണ്ട്. ഇതല്ലേ കുട്ടികൾക്ക് തന്നെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമുള്ളൂ. ഇതാണ് ഇവന്റെ ഒരു മൂത്ര കുട്ടിയും പാടുണ്ട്. അപ്പോൾ ഓൽക്കും പാടുണ്ട്. ഇനി വലുതായാലും എത്ര വലുതായാലും ഇത് ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക. കണ്ടില്ലേ, ഇപ്പം ഇരിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഓനും ഞാൻ തന്നെ കയറി ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ കുട്ടീനെ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യണ്ടോ. അപ്പോൾ അതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.